നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നല്ല എരിവുള്ള ഗാർലിക് ചട്നി പൗഡറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉഴുന്ന് നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മൾ മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഈ ഉഴുന്ന് മൂപ്പിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഉഴുന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാനിൽ തന്നെ നമുക്ക് 1/4 കപ്പ് കടലപ്പരിപ്പും കൂടെ വറുത്തെടുക്കാം. ഇതേപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഞാൻ 1/4 കപ്പ് എന്നുള്ളത് ഒരളവ്, ഞാനെടുത്ത ഒരളവാണ് പറയുന്നത്. നിങ്ങൾ ഏത് കപ്പിലാണോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ ഉഴുന്നെടുക്കുന്നത് അതേ അളവിൽ തന്നെ കടലപ്പരിപ്പ് എടുത്താൽ മതി. കടലപ്പരിപ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതും വേറെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇതായി കിടക്കുന്ന ഇതേ പാനിൽ തന്നെ ഞാൻ ഒരു 7 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് ചേർക്കാം. അപ്പം 7 മുതൽ 8 വരെ വറ്റൽമുളകാണ് ഞാൻ ചേർക്കുന്നത്. നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ വറ്റൽമുളകിൻ്റെ അളവ് കുറയ്ക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം പൊടിഞ്ഞ് വന്ന് കഴിയുമ്പോൾ കുറച്ച് ശർക്കര ചേർത്താൽ മതി. ഈ മുളകിൻ്റെ കൂടെ തന്നെ ഉണങ്ങിയ കറിവേപ്പിലയും ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് കറിവേപ്പിലയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ മുളക് വറുത്തതിന് ശേഷം അത് തനിയായിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഒടിഞ്ഞു വരുന്ന പരുവത്തിന് മൂപ്പിച്ചെടുത്താൽ മതി. അടുത്തതായിട്ട് ഇതേ പാനിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 കുടം വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് മൊത്തവും എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് നിറം മാറി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഈ വെളുത്തുള്ളി എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇത് പൊടിച്ചെടുക്കുമ്പം ആദ്യം വറ്റൽമുളക് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ ശ്രമിക്കണം. എല്ലാം കൂടെ ചേർത്താണ് പൊടിക്കുന്നതെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് നന്നായിട്ട് പൊടിഞ്ഞു വരത്തില്ല. മൂപ്പിച്ച് വെച്ച എല്ലാ സാധനങ്ങളും ഞാനിവിടെ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ നമുക്ക് കായപ്പൊടിയും ചേർക്കാം. കായത്തിൻ്റെ മണമൊക്കെ ഇഷ്ടമുള്ളവർ കുറച്ചധികം ചേർക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം കായപ്പൊടി ചേർത്തിട്ടുണ്ട്. മൂപ്പിച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചേർത്ത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. തരിതരിപ്പായിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ പൊടിച്ചെടുക്കാം, അല്ല എല്ലാം നല്ല സോഫ്റ്റായിട്ട് പൊടിയണമെന്നുള്ളവർക്ക് അങ്ങനെയും പൊടിച്ചെടുക്കാം. അപ്പോൾ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ചില ആൾക്കാർക്ക് ചട്നിപ്പൊടി കഴിക്കാൻ ഇച്ചിരി മടിയാണ്, പക്ഷേ ഇതൊന്ന് കഴിച്ചു നോക്കണം. ഇത് സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.